അപ്പോൾ വ്യൂവേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ കല്യാണിയുടെ നമ്മൾ 2 പാർട്ടായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും എല്ലാവർക്കും ആ കാര്യം മനസ്സിലാക്കണമെങ്കിൽ എല്ലാവരും അത് ഫുള്ളായിട്ട് കാണണം. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കാണണം. കാരണം അതൊരു കോൺവെർസേഷൻ വീഡിയോ ആണ്. കോൺവെർസേഷൻ നടന്നേക്കുന്നത് ഞാനും കല്യാണിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടറുമായിട്ടാണ്. അപ്പൊ അതെന്തായാലും പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് എല്ലാവരും പോയി കാണണം. എന്നാലേ നമുക്ക് ആ ഒരു സത്യാവസ്ഥ എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. പിന്നെ എൻ്റെ രണ്ടാമത്തെ റിക്വസ്റ്റ് എന്താന്ന് വെച്ചാൽ, എല്ലാവരും നല്ല സപ്പോർട്ട് തരുന്നുണ്ട്, നല്ല വ്യൂസ് ഉണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ആരും ചെയ്യുന്നില്ല. സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുറവാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ നമുക്ക് മുന്നോട്ടുള്ള ഒരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് എന്തായാലും നമുക്ക് പോവാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊമോഷൻസ് ആണ്. അതായത് കുറെ യൂട്യൂബേഴ്സ്, കുറെ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ വീഡിയോ ഒക്കെ നിങ്ങൾ എടുത്തു വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ അവരുടെ കണ്ടന്റ് വരുന്നത് ഒരു ഫാമിലി കണ്ടന്റ്, അല്ലെങ്കിൽ പുറത്തു പോകുന്ന ഒരു കണ്ടന്റ്, ട്രാവലിങ്, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു ദിവസം മുന്നോട്ട് പോകുമ്പോഴത്തേന് അവരുടെ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് മാറും. കംപ്ലീറ്റ് പ്രൊഡക്ട്സ് ആയിരിക്കും. അതൊരു 30 സെക്കൻഡ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രൊമോഷൻ വീഡിയോസ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോസ് അതായിരിക്കും ഇപ്പൊ എല്ലാ വീഡിയോസിലും. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില വീഡിയോസ് ഒക്കെ കാണുക, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാല്, ഇന്നലെ നമ്മൾ കല്യാണിയുടെ വീഡിയോ ഇട്ടപ്പം എനിക്ക് ഇന്നൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമന്റ് അയച്ചേക്കുന്നത് കൊച്ചിന്റെ പേര് രമ്യ എന്നാണ്. പക്ഷെ ആ കൊച്ചിന്റെ ഒറിജിനൽ നെയിം പറയല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ അത് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അപ്പം കമന്റ് എന്താന്ന് വെച്ചാല്, പുള്ളിക്കാരത്തിക്ക് കുറെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്. അതായത് പ്രൊമോഷൻ കണ്ടിട്ട്, അത് നമ്മളോടും പറഞ്ഞിട്ടില്ല. ആ രമ്യ എന്ന് പറയുന്ന സബ്സ്ക്രൈബർ നമ്മളോടും പറഞ്ഞിട്ടില്ല ഏത് ചാനലിൽ കൂടെ കണ്ടെന്നുള്ളത്. പക്ഷെ പുള്ളിക്കാരത്തി പറഞ്ഞേക്കുന്നത് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ടാണ് അവിടെ വന്ന് കമന്റ് ചെയ്തിട്ട്, എന്തായാലും അത്രയും ധൈര്യം കാണിച്ചല്ലോ. അപ്പൊ അതാണ് എൻ്റെ മെയിൻ മോട്ടീവ്. നമ്മുടെ ചാനലിൽ കൂടെ ആൾക്കാര് അവർക്ക് പറയാനുള്ളത് വന്ന് പറയണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ചാനൽ ഇട്ടേക്കുന്നത്, ബിയോണ്ട് ദ സീൻസ്. അപ്പം ഗൈസ്, എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കമന്റ് ആദ്യം ഒന്ന് വായിക്കാം. നമ്മൾ ആ സംസാരിച്ച ആ ഒരു കോൾ റെക്കോർഡിങ്സ് അത് നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. ആ രമ്യ എന്ന് പറഞ്ഞൊരു കൊച്ചിന്റെ റെക്കോർഡിങ്സ് ആണിത്. അപ്പൊ അതെന്തായാലും ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. പക്ഷെ അതിനു മുന്നേ നമുക്ക് ആദ്യം ഒന്ന് ആ കമന്റ് ഒന്ന് വായിക്കാം. നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം കമന്റ് എന്തായിരുന്നു വന്നെന്നുള്ളത്. കമന്റ് വായിക്കാം വ്യൂവേഴ്സ്. കമന്റ്: എനിക്കും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഒരാളുടെ വീഡിയോ കണ്ട് ഇൻഫ്ലുവൻസ് ആയി ക്രീം വാങ്ങി തേച്ച് പണി കിട്ടി. ഇതുവരെ 25,000 രൂപ പോയി കിട്ടി. അതുപോലെ സ്കിന്നും പോയി കിട്ടി. ഇങ്ങനെ ഉള്ളവരുടെ കള്ളത്തരം പുറത്ത് കൊണ്ടുവരാൻ എൻ്റെ അനുഭവം ഭയങ്കര മോശമാണ്. അപ്പൊ ഈ ഒരു കമന്റ് നമ്മൾ നോക്കിയിട്ടാണ് ആ കൊച്ചിന് നമ്മൾ കോണ്ടാക്ട് ചെയ്തത്. ഡയറക്റ്റ് ആയിട്ടല്ല, ഇമെയിൽ അഡ്രസ്സ് കൊടുത്തായിരുന്നു. അവിടുന്ന് ഫോൺ നമ്പർ കിട്ടിയിട്ടാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്തത്. ആ റെക്കോർഡിങ്സ് എന്തായാലും ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഗൈസ്. എല്ലാരും ഒന്ന് കേട്ട് നോക്കൂ. ഹലോ, രമ്യാണ് സംസാരിക്കുന്നത്. അതെ, ആരത്? ഞാൻ ബിയോണ്ട് ദ സീൻസ് ചാനലിൽ നിന്ന് വിളിക്കുമായിരുന്നു. കമന്റ് ഇട്ടല്ലായിരുന്നോ? അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാനായിട്ടായിരുന്നു വിളിച്ചത്. ഞാൻ ഇന്ന് വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കല്യാണിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പൊതുവെ അതിന് മുന്നേ ഞാൻ ഈ കോൾ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നതിനെ കുട്ടിക്ക് വല്ല പ്രശ്നമുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് പ്രശ്നമൊന്നും വരത്തില്ലല്ലോ അല്ലേ? ഇല്ല. അല്ല, എന്റെ പേരൊന്നും പറയണ്ട കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണിയുടെ മാത്രമല്ല പൊതുവെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോ കണ്ടിട്ടാണല്ലോ നമ്മൾ ഓരോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ആരുടെ ഞാൻ പറയുന്നില്ല, എനിക്ക് പറയാൻ താല്പര്യമില്ല ആരാണുള്ളത്. അപ്പൊ ആളുടെ ഇത് കണ്ടിട്ട് ഞാൻ ഇത് മേടിച്ച് യൂസ് ചെയ്ത് 2 ദിവസം കഴിയുമ്പോഴത്തേനും എനിക്ക് പിമ്പിൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ സ്കിൻ ഇഷ്യൂസ് ഉള്ള ആളൊന്നുമല്ല. പക്ഷെ പിമ്പിൾ വന്നപ്പോഴത്തേനും ഞാൻ വെച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഫസ്റ്റ് ക്രീം യൂസ് ചെയ്യുന്നതായിരിക്കും. അത് 2 ദിവസം വീണ്ടും കഴിയുമ്പോഴത്തേനും എനിക്ക് റാഷസ് ഒക്കെ വന്നു. ഫേസിൽ ഒരുമാതിരി ടൈപ്പായി, റെഡ് കളറായി. അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോഴത്തേന് ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി. അങ്ങനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ആവശ്യമില്ലാത്ത ക്രീമൊക്കെ വാരിത്തേക്കും. നമ്മൾ അവർ പറയുന്നത് ചിലപ്പോൾ അവരുടെ സ്കിൻ ടൈപ്പിന്റെ ഇതായിരിക്കും, പക്ഷെ നമ്മുടെ വേറെ ആയിരിക്കുമല്ലോ, എല്ലാം ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂ കാരണം വന്നതാ. അതിന്റെ പേരിൽ ഏകദേശം ഇപ്പം തന്നെ ഞാൻ ഒരു 10-25,000 രൂപ കൊണ്ട് ചെലവാക്കി കാണും. അപ്പൊ ഇവരെന്തിനായി ചെയ്യുന്നതെന്നാണ് ആലോചിക്കുന്നത്. അല്ല, കുട്ടി പറഞ്ഞായിരുന്നല്ലോ സ്കിൻ ഇഷ്യൂ ഇല്ലാത്ത ഒരാളായിരുന്നു. സ്കിൻ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവർ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് കുട്ടി എന്തിനാണ് ഈ ക്രീമൊക്കെ മേടിക്കാൻ പോയത്?
അല്ല നമ്മളിപ്പോ ആലോചിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് സ്കിൻ ഇഷ്യൂ വരുമെന്ന് വിചാരിച്ചിട്ടില്ല. അവർ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനെ ഞാൻ മേടിച്ച് യൂസ് ചെയ്തു. ഞാൻ വിചാരിച്ച പ്രശ്നമൊന്നും വരത്തില്ല എന്നൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ ആ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, വീഡിയോ കണ്ട് അങ്ങനെ ക്രീം യൂസ് ചെയ്യും. അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരാൾ യൂസ് ചെയ്യുന്നത് ആ ആളുടെ സ്കിൻ ടൈപ്പ് ആയിരിക്കും ഇയാളുടെ, അപ്പൊ അങ്ങനെ യൂസ് ചെയ്യരുത് ഒരിക്കലും. ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇയാൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇയാളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അങ്ങനെയുള്ള ക്രീം യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഭയക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കണ്ടിട്ട് ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്തെന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ പറയുന്നില്ല കേട്ടോ. ഓക്കെ, എന്താണ് ക്രീം അതൊക്കെ പറയാൻ പറ്റുമോ? അതൊരു വൈറ്റമിൻ ക്രീം ആയിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നതാ. എല്ലാവരും ചെയ്യുന്ന തെറ്റിതാണ്, അതായത് തുള്ളി കറുപ്പുണ്ടെന്നുണ്ടെങ്കിലും വെളുക്കണം എന്നും പറഞ്ഞ ഒരുമാതിരി ഒരു വൃത്തിയായിട്ട് ക്രീം എല്ലാം തേച്ചിട്ടാണ് ഇപ്പം എല്ലാം പ്രശ്നങ്ങളൊക്കെ. ഇപ്പൊ സ്കിൻ ഫുള്ള് പോയി, ഏകദേശം 25,000 രൂപകളായി അത് ഒന്ന് ഇത്രയൊന്നും എത്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ലപോലെ പിമ്പിൾസും വന്ന് ഫേസ് ഒരുമാതിരി എന്ത് പറയുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാവുന്ന രീതിയിലായിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മളിത് പ്രേക്ഷകരെ വരെ എത്തിക്കുന്നതായിരിക്കും. ഇതിന്റെ അങ്ങനത്തെ ക്രീം ഒന്നും യൂസ് ചെയ്യാതെ നല്ലപോലെ അതിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്തിട്ട് അവർ പറയുന്ന റെക്കമെൻഡ് ചെയ്യുന്ന സാധനങ്ങൾ യൂസ് ചെയ്യാൻ എന്തായാലും ഞാൻ പറയത്തുള്ളൂ കേട്ടോ. എന്റെ പേരൊന്നും പുറത്തു വിടല്ലേ, നമ്പറൊന്നും. ശരി, ഓക്കെ ഓക്കെ, ഫൈൻ, ശരി, താങ്ക് യു. അപ്പൊ എല്ലാരും അത് റെക്കോർഡിങ്സ് കേട്ടല്ലോ. ആ കൊച്ചിനോട് ഞാൻ സംസാരിച്ചപ്പോൾ ചില കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്തുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് രമ്യ പറഞ്ഞായിരുന്നു റെക്കോർഡിങ് ചെയ്യല്ലേ, കുറെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അത് ഞാൻ റെക്കോർഡ് ചെയ്തില്ല. അതായത് ആ കൊച്ചിന്റെ ആവശ്യപ്രകാരമാണ്. അപ്പം കൊച്ചു പറയുന്നത് 25,000 രൂപ ഇതുവരെ അവര് മുടക്കിയിട്ടുണ്ട്. ആ കൊച്ചിന്റെ അമ്മയായിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു. അവര് വിഷമിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഇതുപോലെ യൂസ് ചെയ്യാത്ത കുറെ ക്രീമുകള് കമ്പനികള് ആൾക്കാർക്ക് കൊടുത്ത്, ഇൻഫ്ലുവൻസേഴ്സിന് കൊടുത്ത്, യൂട്യൂബേഴ്സിന് കൊടുത്ത് അതിന്റെ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യിപ്പിച്ചിട്ടാണ് ആൾക്കാരെ എല്ലാരെയും പറ്റിക്കുന്നത്. പിന്നെ നിങ്ങളോട് ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് വ്യൂവേഴ്സ്. എന്താന്ന് വെച്ചാൽ ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ കുറെ യൂട്യൂബേഴ്സ് ഇടും. ഈ ക്രീം തേച്ച് കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വെളുത്തു എന്ന് പറഞ്ഞ് കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ബിഫോറിൽ ഫേസ് ബ്ലാക്ക് ആയിരിക്കും, സ്കിന്ന് ബ്ലാക്ക് ആയിരിക്കും, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിരിക്കും, എല്ലാം ബ്ലാക്ക് ആയിരിക്കും കേട്ടോ. പക്ഷെ ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേന് ഫേസ് വൈറ്റ് ആയി. ഓക്കെ, നമ്മൾ സമ്മതിച്ചു, അത് ക്രീം കാരണം കൊണ്ടായിരിക്കും. ഈ കഴുത്ത് അതും സമ്മതിച്ചു, ക്രീം അവിടെയും വാരി പൊത്തിയായിരിക്കും. ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഗൈസ് ഇതാവുന്നത്, വെളുക്കുന്നത്? അത് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് എടുത്ത് നോക്കൂ. ഞാൻ ചില വീഡിയോസ് ഇവിടെ ഞാൻ ഇടാം, ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഞാൻ ഇവിടെ ഇടാം. അത് നിങ്ങളൊന്ന് നോക്കൂ. daily exfoliating body wash. 4% exfoliating active blend dead skin cells ne remove ചെയ്ത് build up ന് help ചെയ്യും. Rough and plumpy skin നെ smooth ചെയ്യുന്നു. കൂടാതെ regular use നമ്മുടെ skin texture നെ improve ചെയ്യും. daily use ന് suitable ആണ്, എല്ലാ skin type നും okay ആണ്, dermatologically tested ആണ്, especially good for dull and uneven. ഇതിന്റെ smell അടിപൊളിയാണ്, ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ചെറിയ scrub like material ഉണ്ടല്ലോ, അത് നമ്മുടെ സ്കിന്നിനെ നല്ലോണം exfoliate ചെയ്യും. daily fresh ആണ്. സോപ്പ് ഒക്കെ ഒന്ന് മാറ്റി പിടിച്ച് daily body wash യൂസ് ആണെങ്കിൽ നമ്മുടെ സ്കിൻ കുറച്ച് കൂടി ഫ്രഷ് കേട്ടോ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന എന്റെ ഫേസ് ഇത്രയും ഗ്ലോ ആവാനും ഇതുപോലെ ബ്രൈറ്റൻ ആവാനും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ആ വീഡിയോസ് കണ്ടല്ലോ, കുറെ ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടില്ലേ? ഫേസ് വൈറ്റ് ആവുമായിരിക്കും, പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് വൈറ്റ് ആവുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ മുഖത്ത് പോലെ വെളുക്കുവോ, അതോ അവർ ആ ക്രീം എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിലും തേക്കുവോ? സത്യം പറയാലോ ഗൈസ്, ഇതൊക്കെ എന്തുവാണിത്? നമ്മൾ ഇത്രയ്ക്ക് മണ്ടന്മാരായി പോയോ? ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. ആ ഒരു വീഡിയോസ് ഞാൻ കാണുമ്പോൾ ഞാൻ തന്നെ അതിനൊക്കെ വ്യൂസ് പോയേക്കുന്നത്, ലൈക്സ് കിട്ടിയേക്കുന്നത് ഫേക്ക് പ്രോഡക്ട്സിന് വേണ്ടിയിട്ട്, നമ്മുടെ സ്കിൻ ഡാമേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫേക്ക് പ്രോഡക്ട്സ് ആൾക്കാരെടുത്ത് പ്രൊമോഷൻ ചെയ്തിട്ട്. നിങ്ങൾക്കൊക്കെ ഒരു കാര്യം അറിയോ, ആ പ്രൊമോഷൻ ചെയ്യുന്നതിന് അവർക്ക് കിട്ടുന്നത് 1000-ങ്ങളും ലക്ഷങ്ങളും രൂപയാണ് ഒരു വീഡിയോ പ്രൊമോഷൻ ചെയ്യുന്നതിന്. ഇതൊക്കെ ഒരു ക്രിമിനൽ കുറ്റമാണ്, അറിയോ? ആൾക്കാരെ, ജനങ്ങളെ പറ്റിക്കുന്നത്. അങ്ങനെ എത്ര പേരുണ്ട്, നമ്മൾ ന്യൂസ് എടുത്ത് കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ എത്ര പേര്. പിന്നെ കല്യാണി ചിലപ്പം സുന്ദരിയും സുശീലയും ആവാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് എൻ്റെ വയസ്സ് കൂടി പോവല്ല, ഞാനൊരു യങ് ജനറേഷനിൽ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ക്രീമൊക്കെ വാരി പൊത്തിയത്. പക്ഷെ ഇപ്പം എന്തുവാ, അനുഭവിക്കുന്നില്ലേ? അനുഭവിക്കട്ടെ, അല്ലാതെ നമുക്ക് വേറൊന്നും പറയാനില്ല. എന്തായാലും ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ ഒരു റെക്കോർഡിംഗ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അത് നിങ്ങളൊന്ന് കേക്ക് നോക്കുക ഗൈസ്, അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതെന്തായാലും നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. യാ മാം, ഹായ്, പ്ലീസ് ടെൽ മീ. പറഞ്ഞോളൂ മാം. No, the point is, I wanted, see, നമ്മുടെ കേരളത്തില്
there is so many YouTubers, so many influencers. See, ഒരു ഷോപ്പിൽ പോയിട്ട് നല്ലൊരു ഡ്രസ്സ് ഇടുക, അല്ലെങ്കിൽ ഒരു ഗോൾഡ് ജ്വല്ലറി കാണിക്കുക, അതൊന്നും വിഷയമല്ല, അതൊന്നും ഇഷ്യൂസ് ഇല്ല. ഐ തിങ്ക് അങ്ങനത്തെ റീറ്റെയിൽ സ്റ്റോറുകൾക്ക് ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സിനൊക്കെ ആവശ്യമാണ്. കാരണം നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഓഡിയൻസിനോട് ഞങ്ങൾ റീറ്റെയിൽ പ്രൊഡക്റ്റ് എത്തിക്കാന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെ. പക്ഷെ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഐ ഡോണ്ട് തിങ്ക് ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് യൂട്യൂബേഴ്സ് ഷുഡ് അറ്റംപ്റ്റ് ടെല്ലിംഗ് പീപ്പിൾ ഈ ക്രീം തേക്കണം, ഇത് ചെയ്യണമെന്ന് പറയുന്നത് വലിയ തെറ്റാണ്. കാരണം ഒന്ന്, ഈ വിലയില്ലാത്ത എന്തെങ്കിലും കെമിക്കൽസും ഈ പറഞ്ഞ പോലെ കുറെ ഇപ്പൊ ഞങ്ങളുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങളുടെ ഫോർമുലേഷൻ ഡെർഫോറൈമിന്റെ തന്നെ ക്ലിനിക്കൽ എല്ലാ പ്രൊഡക്ട്സുകളും അങ്ങനെ ആക്കാണ്, ഞങ്ങൾ തന്നെ R&D ടീം ആക്കാന്ന് വെച്ചാൽ എത്രത്തോളം കെമിക്കൽസ് കുറയ്ക്കാൻ പറ്റും, എത്രത്തോളം. വി ആർ എ വെരി കോൺഷ്യസ് ബ്രാൻഡ്. അങ്ങനെ എത്ര പേരുണ്ടാവും. പക്ഷെ അപ്പോൾ ആ കോൺഷ്യസ് ബ്രാൻഡോടുള്ള കോൺഷ്യസ് ലിവിങ്ങിനോടുള്ള ഒരു താല്പര്യം ഉള്ളതുകൊണ്ടാണ് വി പുട്ട് ഔട്ട് ദ ട്രൂത്ത് ആൻഡ് വി ആർ വെരി ഓപ്പൺ അബൌട്ട് ദ ഫോർമുലേഷൻ. പക്ഷേ യൂട്യൂബേഴ്സിന് ദേ ആർ കെമിസ്ട്രി ഡ്രിവൺ, അല്ലെങ്കിൽ ദേ ആർ ബയോളജിക്കലി ഡ്രിവൺ. ദേ ഡോണ്ട് നോ. ഇവർക്ക് ഈ സയൻസ് അറിയാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഒരു പ്രൊമോഷന് കൊടുക്കുകയാണ്, അവരത് വാരി തേച്ച് എന്താ പറയുക, ഇപ്പം മറ്റേ ഓഡിയൻസിന് അത് പറഞ്ഞു ഇത് നന്നായിട്ടുണ്ട്. കാരണം അവർക്ക് പൈസ കിട്ടുന്ന കാര്യം. ആ പൈസ കിട്ടുമ്പോൾ അവർ ഇന്ന ബ്രാൻഡ് ഇന്ന കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. സ്റ്റിറോയിഡ് ക്രീമിന് എത്രത്തോളം ഒരു ഹൈഡ്രോക്വിനോൺ, ഇത് ആ ഹൈഡ്രോക്വിൻ കണ്ടന്റ് ഉള്ള ഒരു കാര്യം ഉപയോഗിച്ചിട്ടാണ് ജീവാലക്ഷ്മിക്ക് കല്യാണിക്ക് ഈ പ്രശ്നം പറ്റിയത്. അപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല ഇത്. പക്ഷെ കുറച്ച് ഉപയോഗിക്കുമ്പോഴാണ് ഇതൊക്കെ ബുദ്ധിമുട്ട്. അപ്പോഴത്തേക്കും സബ്സ്ക്രൈബേഴ്സോട് പറഞ്ഞത് ഉപയോഗിച്ചോളൂ നല്ലതാണെന്നുള്ളത്. പക്ഷെ അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഈ ഫൊർഗെറ്റ് ദാറ്റ്. ഈ വരുന്ന കാലങ്ങളിൽ ഈ ക്രീമും ഈ കൊറിയൻ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒന്നും അല്ലാതെ തന്നെ ഇന്ന സപ്ലിമെന്റ്സ് കഴിക്കണം നിങ്ങളുടെ സ്കിന്നും ഹെയറും നന്നാവാൻ വേണ്ടി, അല്ലെങ്കിൽ ആന്റി ഏജിങ്ങിന് വേണ്ടി, അങ്ങനെ അഡ്വക്കേറ്റ് ചെയ്യുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് മാർക്കറ്റിലോട്ട് വരും. അത് എഗ്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് ഇസ് എ റിക്വസ്റ്റ് ഫ്രം മൈ സൈഡ്, ബീങ് എ ഡോക്ടർ അല്ലെങ്കിൽ somebody who's been in the aesthetic industry and who knows about all this for the longest time. It's a request that be responsible. There has to be a movement in Kerala where at least നമ്മുടെ നാട്ടിലെങ്കിലും ഈ പറയുന്നത് ഇന്ന ക്ലിനിക്കാർ തന്നെ ഇന്നത് ഇഞ്ചക്ട് ചെയ്യൂ. നോ ഒത്തന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്ലാറ്റ്ഫോംസ് ഇതിൽ ഉണ്ടായിരിക്കണം. ഒരിക്കലും സയൻസ് ബേസ്ഡ് അല്ലാത്ത ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്. അതിനൊരു നിയമം ഇവിടെ വരണം. പിന്നെ ഇതേപോലത്തെ ഇഷ്യൂസ് ആൾക്കാർക്ക് ഉണ്ടാവും. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. കാരണം ഐ തിങ്ക് ദി ടൈം റിക്വയർസ് ഇറ്റ്. കാരണം കിഡ്നിക്കോ ലിവറിനോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്നൊക്കെ കുറേ നാളുകൾ കഴിച്ചിട്ടായിരിക്കും. ഒരു ക്രീം വാരി തേച്ചാൽ യെസ് അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലാന്നല്ല. ഇതിനെക്കാട്ടും വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ സപ്ലിമെന്റ്സ് റെഗുലേറ്റഡ് അല്ലാത്ത രീതിയിൽ കഴിക്കുകയാണെങ്കിൽ. അതിന് ഇൻഫ്ലുവൻസിങ് മാർക്കറ്റ് ഈ പറഞ്ഞ് വിളിച്ച് പറയുമ്പോൾ ബുദ്ധിയില്ലാത്ത ചിലപ്പോൾ കുറേ ആളുകളുണ്ടായിരിക്കും, അതൊക്കെ ഇരുന്ന് കഴിക്കുമായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുർക്കുമിൻ എല്ലാ ദിവസവും കഴിക്കുമെന്ന് പറയും. എത്രയോ സ്റ്റഡീസ് ഉണ്ട് കുർക്കുമിൻ അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല. ആലോചിക്കുമ്പോൾ അതൊരു നാച്ചുറൽ സപ്ലിമെന്റ് അല്ലേ, കഴിച്ചോട്ടെ. ഇല്ലെങ്കിൽ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ക്രിയാറ്റിൻ കഴിക്കും, അത് കഴിക്കും. ക്രിയാറ്റിൻ എങ്ങനെ കഴിക്കാം? നിങ്ങൾക്കത് പറ്റുമോ? നിങ്ങൾക്ക് കിഡ്നിക്ക് ഇഷ്യൂസ് ഇല്ല, ലിവറിന് ഇഷ്യൂസ് ഇല്ല, ബ്ലഡിൽ ഇഷ്യൂസ് ഇല്ല, ഇല്ലെങ്കിൽ ക്രിയാറ്റിൻ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ല ബ്രേക്ക് എടുക്കണോ? അതൊന്നും ഇൻഫ്ലുവൻസേഴ്സ് പറയില്ലല്ലോ. ഈ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹോൾസം ഫുഡ് കഴിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് റേറ്റിംഗോ അവർക്കൊരു ഓഡിയൻസ് ഉണ്ടാവില്ല. ഇങ്ങനത്തെ കാര്യം പുതിയ ആൾക്കാർ കേൾക്കാത്ത കാര്യങ്ങളും കേൾക്കാത്ത രീതികളും സെല് ചെയ്യാൻ നോക്കുമ്പോൾ ആളുകൾ ചിലപ്പോൾ വീടുമായിരിക്കും. അപ്പൊ അത് എൻകറേജ് ചെയ്യരുത്. That's it. That's all my request. Thank you, ma'am. Thanks for all your valuable feedback. അപ്പം വ്യൂവേഴ്സ്, നിങ്ങൾ ആ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. എത്ര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് അത്. നമ്മുടെ സ്കിന്ന് നമുക്കത് രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് നല്ലപോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ വേണം നമ്മൾ കേൾക്കാനായിട്ട്. അല്ലാതെ നമ്മൾ കിട്ടുന്ന പ്രൊഡക്ട്സ് ചീപ്പ് വിലയ്ക്കകത്ത് നമ്മൾ കുറേ പ്രൊഡക്ട്സ് ഒക്കെ മേടിച്ച്, മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ പ്രൊഡക്ട്സും നമ്മൾ മേടിച്ച്, പ്രൊമോഷനൊക്കെ ചെയ്ത പ്രൊഡക്ട്സ് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ ഫേസിൽ അത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമുക്കേ പണി കിട്ടത്തുള്ളൂ. ഇപ്പം കുറെ യൂട്യൂബേഴ്സും കുറെ ഹീറോയിൻസ് ഒക്കെ നിങ്ങൾക്ക് ശരിക്കും വെളുക്കണം എന്നുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്? അവർ പോയി ഡെർമറ്റോളജിസ്റ്റിനെ അവർ കണ്ട് അവർക്ക് ഗ്ലൂട്ടാത്തിൻ വേണമെങ്കിലോ ഇല്ലെങ്കിൽ അവർക്ക് അതിനായിട്ടുള്ള ഇപ്പം പിരിയം തന്നെ, ആർട്ടിഫിഷ്യൽ പിരിയം, ആർട്ടിഫിഷ്യൽ സ്മൈല്, അങ്ങനെ കുറെ പ്ലാസ്റ്റിക് സർജറി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. അല്ലാതെ ഈ ഫേക്ക് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നും ആവാൻ പോകുന്നില്ല ഗൈസ്, ഒന്നും ആവാൻ പോകുന്നില്ല. വെറുതെ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മളെടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ആ അപ്പം തോന്നുന്ന ഒരു കാര്യത്തിന് നമ്മളത് യൂസ് ചെയ്താൽ നമുക്കത് പിന്നെയും പണി കിട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഫേക്ക് പ്രോഡക്ട്സ്, ഈ ഫേക്ക് പ്രൊമോഷൻസ്, ഇതിനൊക്കെ നമുക്കൊരു സ്റ്റോപ്പേജ് ഇടാം. ഈ ഫേക്ക് പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിൻ്റെ അടിയിൽ നമുക്ക് പോയി കമൻസ് ഇടാം, ഇത് മതി, നിർത്ത്, ജനങ്ങളെ പറ്റിക്കുന്നത് മതിയാക്കെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ ഡോക്ടർ പറഞ്ഞ പോലെ എത്ര ഇൻഫർമേഷനാണ് ആ ഡോക്ടർ നമ്മളോട് പറഞ്ഞേക്കുന്നത്. പിന്നെ വ്യൂവേഴ്സ്, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ എന്തായാലും എല്ലാ പ്രൊഡക്ട്സിനെ പറ്റി അല്ല ഞാൻ കുറ്റം പറയുന്നത്. നിങ്ങൾക്ക് ആ പ്രൊഡക്ട്സ് സേഫ് ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ യൂട്യൂബേഴ്സിനോടും ഇൻഫ്ലുവൻസേഴ്സിനോടും കാര്യം പറയാം, അവരത് യൂസ് ചെയ്യട്ടെ. 1 മാസം യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം അവർ മുന്നോട്ട് കൊണ്ടുവരട്ടെ. അല്ലാതെ ഈ ആൾക്കാരെ പറ്റിക്കുന്നത് നിർത്തും. എല്ലാ യൂട്യൂബേഴ്സിനോടും ആൾക്കാരെ പറ്റിക്കുന്നത് നിർത്തും. എല്ലാ നല്ല യൂട്യൂബേഴ്സും ഉണ്ട്,
അഴുക്ക് യൂട്യൂബേഴ്സും ഉണ്ട് എന്നും പറഞ്ഞ് നമുക്ക് എല്ലാവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ വേണം നമ്മുടെ കോഴ്സ് ഓഫ് ആക്ഷൻസ് നമ്മൾ എടുക്കാനായിട്ട്. സോ ഇതോടെ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺഡ്. ബൈ അൺടിൽ നെക്സ്റ്റ് വീഡിയോ. ബൈ.